ഇന്ന് വീട്ടിൽ മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണ്. തണ്ണിമത്തൻ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. മഞ്ഞ തണ്ണിമത്തനും ചുമന്ന തണ്ണിമത്തനും ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ അടിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ മൊസാമി ഉപ്പിട്ട് എടുക്കുന്നുണ്ട്. ഭയങ്കര പുളിയാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആ തണ്ണിമത്തൻ കാണാൻ എന്താ കളർ. ഇപ്പോൾ തണ്ണിമത്തൻ മേടിക്കുന്നതിനൊക്കെ വലിയ കളറൊന്നുമില്ല. മുറിക്കുമ്പോഴത്തേനും പുറം കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ മുറിക്കുമ്പോഴത്തേനും കാണാം അത് വെള്ള കളർ. ചുമന്നയാണെങ്കിൽ അത് വെള്ള കളറിലാണ്. ഒരുപാട് ഇങ്ങനെ പഴുത്തിട്ടില്ലാത്ത തണ്ണിമത്തനാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ലതായിരുന്നു മുറിച്ച് വെച്ചപ്പോഴത്തേനും. അങ്ങനെ ഉമ്മ അവിടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് ഉടയ്ക്കുന്നുണ്ട്. ചീനിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചീനി ഇന്ന് പുഴുങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പൊരിപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. മാമിയൊക്കെ വന്നപ്പോഴത്തേന് സമൂസ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേറെ പൊരിപ്പൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ലായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ നോമ്പ് മുറിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചീനിയും ആപ്പിളും മൊസാമ്പിയും തണ്ണിമത്തനും ഈത്തപ്പഴവും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിക്കകത്ത് ഇന്ന് പയറൊന്നുമില്ല, അതുകൊണ്ട് അച്ചാറിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.